ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്നത് വെറും ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് അല്ല, മറിച്ച് കോടിക്കണക്കിന് ആരാധകർ നെഞ്ചേറ്റുന്ന ഒരു വികാരമാണ്. ഓരോ വർഷവും പുതിയ പോരാട്ട വീര്യവുമായാണ് ടീമുകൾ എത്തുന്നത്. എന്നാൽ വരാനിരിക്കുന്ന 2026 IPL സീസൺ ചരിത്രത്തിൽ സുവർണ അക്ഷരങ്ങളാൽ എഴുതപ്പെടാൻ പോകുന്ന ഒന്നാണ്. 18 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് കഴിഞ്ഞ തവണ കിരീടമുയർത്തിയ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു തങ്ങളുടെ കിരീടം നിലനിർത്താൻ സ്വന്തം മണ്ണിൽ തന്നെ പോരാട്ടത്തിന് ഇറങ്ങുന്നു എന്നതാണ് ഈ സീസണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കഴിഞ്ഞ സീസൺ IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അട്ടിമറികൾക്കും ആവേശങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഒന്നായിരുന്നു. ക്രിസ് ഗെയിലും ഡിവില്ലിയേഴ്സും വിരാട് കോഹ്ലിയും ഉൾപ്പെടെയുള്ള മഹാരഥന്മാർ പലതവണ ശ്രമിച്ചിട്ടും കൈപ്പിടിയിൽ ഒതുങ്ങാത്ത IPL കിരീടം ഒടുവിൽ ബംഗളൂരുവിലേക്ക് എത്തിയത് കഴിഞ്ഞ വർഷമാണ്. പുതിയ നായകൻ രജത് പട്ടിദാർ കീഴിൽ അണിനിരുന്ന RCB പടയോട്ടം ആരാധകർക്ക് വിശ്വസിക്കാനായില്ല. ശ്രേയസ് അയ്യർ നയിച്ച കരുത്തരായ പഞ്ചാബ് കിങ്സിനെയാണ് കലാശപ്പോരിൽ RCB മുട്ടുകുത്തിച്ചത്. അവസാന പന്തുവരെ നീണ്ടുനിന്ന ആവേശകരമായ പോരാട്ടത്തിനൊടുവിൽ ബംഗളൂരു ടീം തങ്ങളുടെ കന്നി കിരീടത്തിൽ മുത്തമിട്ടു. ഈ വിജയത്തോടെ RCBയുടെ ആത്മവിശ്വാസം വാനോളം ഉയർന്നു. കഴിഞ്ഞ വർഷത്തെ RCBയുടെ കിരീട വിജയം ആഘോഷമാക്കാൻ ആയിരക്കണക്കിന് ആരാധകരാണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് മുന്നിൽ തടിച്ചുകൂടിയത്. എന്നാൽ ആ ആവേശം വലിയൊരു ദുരന്തത്തിലാണ് അവസാനിച്ചതും. നിയന്ത്രിക്കാനാവാത്ത ജനത്തിരക്കിലും തിക്കിലും പെട്ട് 11 ആരാധകർക്ക് ജീവൻ നഷ്ടമായി. ഈ സംഭവം ക്രിക്കറ്റ് ലോകത്തെ ആകെ പിടിച്ചുലച്ചു. സുരക്ഷാ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി BCCI സ്റ്റേഡിയത്തെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും താൽക്കാലികമായി മത്സരങ്ങൾ നടത്തുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്തു. എന്നാൽ ഒരു വർഷത്തിനപ്പുറം ചിന്നസ്വാമി സ്റ്റേഡിയം പുത്തൻ രൂപത്തിലും ഭാവത്തിലും തിരിച്ചെത്തുകയാണ്. സ്റ്റേഡിയത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ലോക നിലവാരത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. കാണികളുടെ സുരക്ഷയ്ക്കായി അത്യാധുനിക സംവിധാനങ്ങളും കൂടുതൽ പ്രവേശന കവാടങ്ങളും ഏർപ്പെടുത്തി. കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി സന്തോഷ് മേനോൻ വ്യക്തമാക്കിയതുപോലെ BCCIയുടെ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് സ്റ്റേഡിയം പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞു. സുരക്ഷാ ക്രമീകരണങ്ങളിൽ വരുത്തിയ വലിയ മാറ്റങ്ങൾ പരിഗണിച്ച് BCCI സ്റ്റേഡിയത്തിന്മേലുള്ള വിലക്ക് നീക്കുകയും പ്രധാന മത്സരങ്ങൾ നടത്താൻ അനുമതി നൽകുകയും ചെയ്തു. പുതിയ സീസണിലെ ഏറ്റവും വലിയ പ്രത്യേകത ടൂർണമെന്റിന്റെ ഉദ്ഘാടന മത്സരവും ഫൈനലും ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ തന്നെ നടക്കുമെന്നതാണ്. നിലവിലെ ചാമ്പ്യന്മാരായ RCBയുടെ ഹോം ഗ്രൗണ്ടിൽ തന്നെ സീസൺ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ആരാധകർക്ക് വലിയ ആവേശമാണ് നൽകുന്നത്. മത്സരങ്ങളുടെ വിതരണം ഇപ്രകാരമാണ്. ഉദ്ഘാടന മത്സരം ബംഗളൂരു. ലീഗ് മത്സരങ്ങൾ ആകെ 7 ഹോം മത്സരങ്ങളിൽ 5 എണ്ണം ബംഗളൂരുവിൽ. RCBയുടെ ശേഷിക്കുന്ന 2 ഹോം മത്സരങ്ങൾ റായ്പൂരിലെ ഷാഹിദ് വീർ നാരായൺ സിംഗ് സ്റ്റേഡിയത്തിൽ നടക്കും. സുപ്രധാനമായ പ്ലേ ഓഫ് മത്സരങ്ങളും ഫൈനലും ചിന്നസ്വാമിയിൽ നടക്കും. RCB മാനേജ്മെന്റ് കർണാടക ക്രിക്കറ്റ് അസോസിയേഷനും തമ്മിലുള്ള ധാരണ പ്രകാരമാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. റായ്പൂരിലെ സ്റ്റേഡിയത്തിലേക്ക് 2 മത്സരങ്ങൾ മാറ്റിയത് കൂടുതൽ ആരാധകരിലേക്ക് കളി എത്തിക്കാനും സുരക്ഷാഭാരം കുറയ്ക്കാനുമാണ്. IPL തുടങ്ങാൻ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും പൂർണ്ണമായ മത്സരക്രമം BCCI ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. 2 ഘട്ടങ്ങളായി ഷെഡ്യൂൾ പ്രഖ്യാപിക്കാനാണ് BCCIയുടെ തീരുമാനം. ആദ്യഘട്ട പ്രഖ്യാപനം ഈ മാസം 6-നോ 7-നോ ഉണ്ടായേക്കും. ഇതിൽ ടൂർണമെന്റിന്റെ ആദ്യ പകുതിയിലെ മത്സരങ്ങളാകും ഉൾപ്പെടുക. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതികൾ പ്രഖ്യാപിച്ച ശേഷം ഫൈനൽ ഉൾപ്പെടെയുള്ള 2ാം ഘട്ട മത്സരക്രമം പുറത്തുവിടും. മാർച്ച് 26-ന് തുടങ്ങാനിരിക്കുന്ന ടൂർണമെന്റ് 1-2 ദിവസം വൈകാനാണ് സാധ്യത. ICC T20 ലോകകപ്പിന് തൊട്ടു പിന്നാലെ വരുന്ന IPL ആയതുകൊണ്ട് തന്നെ കളിക്കാരെല്ലാം മികച്ച ഫോമിലാണ്. നിലവിലെ ചാമ്പ്യന്മാരായ RCB കിരീടം നിലനിർത്താൻ അരയും തലയും മുറുക്കി രംഗത്തുണ്ട്. രജത് പട്ടിദാറിന്റെ നേതൃത്വത്തിൽ യുവനിരയും സീനിയർ താരങ്ങളും ഒത്തിണക്കത്തോടെ കളിക്കുന്നത് അവർക്ക് മുൻതൂക്കം നൽകുന്നു. മറുഭാഗത്ത് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട കിരീടം തിരിച്ചുപിടിക്കാൻ മുംബൈ ഇന്ത്യൻസ്, ചെന്നൈ സൂപ്പർ കിങ്സ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തുടങ്ങിയ ടീമുകളും വലിയ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. ചിന്നസ്വാമിയിലെ പിച്ചിലെ ബാറ്റിംഗ് വെടിക്കെട്ടുകൾ കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ്. സ്റ്റേഡിയത്തിലെ ഗാലറികൾ വീണ്ടും ചുവപ്പണിയാൻ ദിവസങ്ങൾ മാത്രം ബാക്കി. ക്രിക്കറ്റും സിനിമയും രാഷ്ട്രീയവും ചർച്ചയാകുന്ന ഈ സീസണിൽ ആര് കിരീടം ഉയർത്തുമെന്നതും പ്രവചനാതീതമാണ്. 2026 IPL സീസൺ കേവലം ഒരു മത്സരമല്ല, മറിച്ച് RCBയുടെ ആധിപത്യം ഉറപ്പിക്കാനുള്ള വേദിയാണ്. ദുരന്തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൂടുതൽ കരുത്തോടെ തിരിച്ചെത്തുന്ന ചിന്നസ്വാമി സ്റ്റേഡിയവും തിരഞ്ഞെടുപ്പ് ചൂടിനിടയിൽ ക്രിക്കറ്റ് ലഹരിയിൽ ആറാടാൻ ഒരുങ്ങുന്ന രാജ്യവും ഈ സീസണിനെ അവിസ്മരണീയമാക്കും. മാർച്ച് അവസാന വാരം മുതൽ ഇന്ത്യയിൽ വീണ്ടും സിക്സറുകളുടെയും വിക്കറ്റുകളുടെയും പൂരക്കാലം ആരംഭിക്കുകയാണ്.